നമസ്കാരം. ഇന്ന് നമ്മൾ കഴിവ് ഇന്റർനാഷണൽ ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ആൻഡ് സർവേ അക്കാദമിയുടെ ഒരു പ്രധാന ആശയത്തിലേക്കാണ് കടക്കുന്നത്. അവരുടെ യോഗ ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെ എന്ന ആ ഒരു കാഴ്ചപ്പാടില്ലേ, അതിലെ ഐ എന്ന അക്ഷരം, അതായത് ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ്, അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. തീർച്ചയായും. ഈ കഴിവ് അക്കാദമി പറയുന്നത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ ശക്തിയാണ് കഴിവ് എന്നാണ്. അതായത് അറിവ്, പ്രവർത്തനം, ഉന്മേഷം, യോജിപ്പ്, പിന്നെ നമ്മൾ ഈ പറയുന്ന ഉൾക്കാഴ്ച, സാങ്കേതിക വിദ്യ, ആനന്ദം, ഇതെല്ലാം ചേർന്നതാണ് കഴിവ്. അതെ അതെ. അപ്പൊ ഇതില് ഈ ഉൾക്കാഴ്ചയ്ക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കുന്നത്. ശരിയാണ്. ഉൾക്കാഴ്ച, അതായത് ഇൻസൈറ്റ്, അത് ഈ കഴിവ് എന്ന ആശയത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണെന്ന് പറയാം. ഇത് വെറുതെ കുറെ കാര്യങ്ങൾ അറിയുക എന്നതിനേക്കാൾ കുറച്ച് സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയാണ്. അതിൽ എന്താ പറയാ, കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട്, മറ്റൊരാളുടെ അവസ്ഥ അത് മനസ്സിലാക്കാനുള്ള ഒരു സഹാനുഭൂതിയുണ്ട്, പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തോന്നൽ, അവബോധം, അതും ഇതിന്റെ ഭാഗമാണ്. കൊള്ളാം. അപ്പൊ ഈ ഇൻസൈറ്റ് എന്ന വാക്കിനെ അവർ അതിലെ ഓരോ അക്ഷരം വെച്ച് തന്നെ വിശദീകരിക്കുന്നുണ്ടല്ലേ? അത് രസകരമായി തോന്നുന്നു. അതെ, അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാക്കും. നമുക്കതൊന്ന് നോക്കിയാലോ? ആദ്യത്തെ ഐ, ഇൻട്യൂഷൻ, അവബോധം. നമ്മുടെ ഉള്ളിലെ അറിവിനെ, ആ ജ്ഞാനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുക. പക്ഷെ ഇത് വെറുമൊരു ഊഹം പോലെ ആകില്ലേ ചിലപ്പോ? നല്ലൊരു പോയിന്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്ന ഇൻട്യൂഷൻ അങ്ങനെ ഒരു അന്ധമായ ഒന്നല്ല. ഇത് നമ്മുടെ അനുഭവ പരിചയം, നമ്മൾ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്, ഇതിൽ നിന്നൊക്കെ രൂപപ്പെടുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡോക്ടർ രോഗലക്ഷണം മാത്രം നോക്കാതെ രോഗിയുടെ ഒരു മുഖഭാവം, ഒരു അസ്വസ്ഥത, അതൊക്കെ കണ്ടറിഞ്ഞ് ചിലപ്പോ ചികിത്സ തീരുമാനിക്കില്ലേ? അതുപോലെ. ശരി, മനസ്സിലായി. പക്ഷെ ഈ അവബോധം മാത്രം പോരല്ലോ, കൂടെ മറ്റു കാര്യങ്ങളും വേണം. അതാണ് അടുത്ത അക്ഷരം എൻ, നിംബിൾനെസ്, വേഗത. അതെ, അതായത് സാഹചര്യങ്ങൾ മാറുമ്പോ അതിനനുസരിച്ച് വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്. ഒരു ബിസിനസ്സുകാരൻ മാർക്കറ്റ് മാറുന്നതനുസരിച്ച് സ്ട്രാറ്റജി മാറ്റുന്നത് പോലെ. അപ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുക. അതിനോട് ചേർന്ന് വരുന്ന എസ്, അതായത് സെൻസിറ്റിവിറ്റി, സംവേദനാക്ഷമത, അത് ഇതിനെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? നിംബിൾനെസ് എന്നത് പുറമേയുള്ള മാറ്റങ്ങളോടുള്ള പ്രതികരണമാണെങ്കിൽ, ഈ സെൻസിറ്റിവിറ്റി എന്നത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളും പിന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നതുമാണ്. കുറച്ചുകൂടി വൈകാരികമായ ഒരു തലം. ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയുടെ പരീക്ഷാ പേടി മനസ്സിലാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഈ സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ്. അതാണ് നല്ല ബന്ധങ്ങൾക്കും സംസാരത്തിനൊക്കെ അടിസ്ഥാനം. ശരിയാണ്. ഇതിലെ അടുത്ത അക്ഷരവും ഐ തന്നെയാണല്ലോ, ഇൻക്വയറി, അന്വേഷണം. ഇത് നേരത്തെ പറഞ്ഞ ഇൻറ്റ്യൂഷനുമായിട്ട് എങ്ങനെയാണ് ഒരു ബാലൻസ് ഉണ്ടാക്കുന്നത്? കൃത്യം, നല്ല ചോദ്യമാണ്. ഇൻറ്റ്യൂഷൻ നമുക്ക് ഒരു വഴി കാണിച്ചു തരും. പക്ഷേ എൻക്വയറി, അതായത് അന്വേഷണാത്മകത, അത് ആ വഴി ശരിയാണോ, കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കാൻ സഹായിക്കും. വെറുതെ തോന്നിയ പോലെ പോകാതെ കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വസ്തുതകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു ഗവേഷകൻ ഡേറ്റയൊക്കെ നോക്കി പുതിയൊരു നിഗമനത്തിലെത്തുന്നത് പോലെ. അപ്പോ ഇൻറ്റ്യൂഷനും എൻക്വയറിയും ഒരുമിച്ച് പോണം. അപ്പോ ഒന്ന് ഉള്ളിൽ നിന്നും മറ്റൊന്ന് പുറത്തു നിന്നും വിവരങ്ങൾ തേടുന്നു. ഇനി ജി, ഗ്രോത്ത്, വളർച്ച. എച്ച്, ഹോളിസം, സമഗ്രത. ഇത് രണ്ടും എങ്ങനെ വരുന്നു? ഗ്രോത്ത്, വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ അനുഭവങ്ങളിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ വലുതാക്കുക. ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് പോലെ, അതാണ് ഗ്രോത്ത്. പിന്നെ ഹോളിസം, സമഗ്രത, അതായത് ലോകത്തിലെ കാര്യങ്ങളെല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊരു തിരിച്ചറിവ്. ഒരു പ്രശ്നം വരുമ്പോ അതിനെ മാത്രം കാണാതെ അത് മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കാണുക. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഒരു കാടിന്റെ ആവാസ വ്യവസ്ഥയെ പറ്റി ചിന്തിക്കുന്നത് പോലെ. എല്ലാം കണക്റ്റഡ് ആണ്. വളരെ ശരിയാണ്. ഇനി അവസാനം ടി, ട്രസ്റ്റ്, വിശ്വാസം. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, മറ്റുള്ളവരെ വിശ്വസിക്കുക. ഇതിന് എന്താണ് ഇത്ര പ്രാധാന്യം? മറ്റുള്ള ഘടകങ്ങളെ ഇതെങ്ങനെ ശക്തിപ്പെടുത്തുന്നു? നോക്കൂ,
നമുക്ക് അനിശ്ചിതത്വങ്ങളെ നേരിടണമെങ്കിൽ ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. അതിനാദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. നമ്മുടെ ആ ഇൻറ്റ്യൂഷനെയും ഇൻക്വയറിയിലൂടെ കിട്ടിയ അറിവിനെയും ഒക്കെ വിശ്വസിക്കാൻ പറ്റണം. അതുപോലെ മറ്റുള്ളവരുമായി ചേർന്നൊരു കാര്യം ചെയ്യുമ്പോൾ പരസ്പരം ഒരു വിശ്വാസം വേണ്ടേ? ഒരു കോച്ച് തന്റെ ടീമിന്റെ കഴിവിൽ വിശ്വസിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഈ വിശ്വാസമാണ് ശരിക്കും ഉൾക്കാഴ്ചയെ ഒരു പ്രവർത്തനമാക്കി മാറ്റുന്നത്. ശരിയാണ്, വളരെ വ്യക്തമായി. അപ്പോ ഈ പറഞ്ഞ ഇൻസൈറ്റ്, ഈ ഉൾക്കാഴ്ച നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം? അതിനുള്ള വഴികളും ഈ അക്കാഡമി പറയുന്നുണ്ടല്ലോ അല്ലെ? പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു 4 കാര്യങ്ങൾ. ഒന്ന്, മൈൻഡ്ഫുൾനെസ്, ശ്രദ്ധാപൂർവമായ ജീവിതം. മൈൻഡ്ഫുൾനെസ്, അതെ. അതായത് ഇപ്പോൾ ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുക, ചുറ്റും എന്ത് നടക്കുന്നു, നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ വെറുതെ ഒബ്സർവ് ചെയ്യുക. വലിയ തിരക്കിനിടയിലും ഒരു മാനേജർ ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ശ്വാസം എടുക്കുന്നത് ഓർത്താൽ മതി. ഓക്കെ. 2, ധ്യാനം, മെഡിറ്റേഷൻ. ഇത് മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താനും നമ്മുടെ ഉള്ളിലെ ആ ജ്ഞാനമില്ലേ അതിനെ ഒന്ന് തെളിയിച്ചെടുക്കാനും സഹായിക്കും. ഈ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഒരുപോലെ തോന്നുന്നുണ്ടല്ലോ. മനസ്സിനെ ശാന്തമാക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതില് ആത്മപരിശോധന, സെൽഫ് റിഫ്ലക്ഷൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും കൂടുതലും ആ നിമിഷത്തിലുള്ള ശ്രദ്ധയും ശാന്തതയുമാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ സെൽഫ് റിഫ്ലക്ഷൻ അങ്ങനെയല്ല. അത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യലാണ്. എന്റെ ചിന്തകൾ എന്തായിരുന്നു, എന്റെ പ്രവർത്തികൾ എങ്ങനെയായിരുന്നു, ഇതിൽ നിന്ന് എന്ത് പഠിക്കാം, അങ്ങനെയുള്ള ചിന്തകൾ. ഒരു ടീച്ചർ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് എന്തൊക്കെ നന്നായി ചെയ്തു, എവിടെയൊക്കെ പിഴച്ചു എന്നൊക്കെ ചിന്തിക്കുന്നത് പോലെ. മനസ്സിലായി. സ്വയം വിലയിരുത്തൽ. അതെ. അവസാനമായിട്ട് ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ്, ശുഭാപ്തി വിശ്വാസം. പോസിറ്റീവായി ചിന്തിക്കുക എന്നത്. അത് തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ ഒരു തടസ്സമായി മാത്രം കാണാതെ അതില് എന്തെങ്കിലും ഒരു അവസരമുണ്ടോ എന്ന് നോക്കുക, വളരാനുള്ള ഒരു അവസരം. കൊള്ളാം. അപ്പോ ഈ 4 കാര്യങ്ങൾ, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, സെൽഫ് റിഫ്ലക്ഷൻ, പിന്നെ ഓപ്റ്റിമിസം, ഇവയിലൂടെ നമുക്ക് ഉൾക്കാഴ്ച നിരന്തരമായി വളർത്താൻ പറ്റും. തീർച്ചയായും. ഇതൊരു കഴിവാണ്, പ്രാക്ടീസിലൂടെ വളർത്തിയെടുക്കാവുന്ന ഒന്ന്. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുമൊക്കെ ഒരുപാട് സഹായിക്കുമല്ലോ. അതെ. കഴിവ് അക്കാഡമി പറയുന്ന പോലെ ഈ ഉൾക്കാഴ്ച ആശയക്കുഴപ്പങ്ങളെ മാറ്റി വ്യക്തത തരും. വെറുതെ ചിന്തിക്കുന്നതിനപ്പുറം സത്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. അതൊരു വെറും ഇൻഫർമേഷൻ കളക്ഷൻ അല്ല, ആഴത്തിലുള്ളൊരു ധാരണയാണ്. അപ്പോ കഴിവെന്ന വലിയ ആശയത്തിനുള്ളിൽ ഉൾക്കാഴ്ചയുടെ സ്ഥാനം, ഇൻസൈറ്റ് എന്ന വാക്കിലെ ഓരോ അക്ഷരവും എന്താണ് അർത്ഥമാക്കുന്നത്, പിന്നെ അതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അതെ. ഈ സംഭാഷണം നമ്മളിവിടെ നിർത്തുമ്പോ നിങ്ങൾ കേൾക്കുന്നവർ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ഈ ഉൾക്കാഴ്ചയെ കുറച്ചുകൂടി ബോധപൂർവം വളർത്താൻ ശ്രമിച്ചാൽ നിങ്ങളിപ്പോ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയിൽ എന്ത് മാറ്റം വരും? കേവലം വിവരങ്ങൾക്കപ്പുറം ഒരു ആഴത്തിലുള്ള ധാരണയിലേക്ക് പോകാനും കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും ഇത് നിങ്ങളെ എങ്ങനെ സഹായിച്ചേക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരിയാണ്. ആ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി.